ഹായ് നമസ്കാരം. എല്ലാവർക്കും വലിയ പറമ്പിൽ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനുള്ളത് എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് പൂക്കാട്ടുപടിയിലാണ്. 5 സെൻറ്റ് സ്ഥലത്ത് 2500 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച വളരെ മനോഹരമായിട്ടുള്ളൊരു വീട് വരുന്നത് ബസ് റൂട്ടിൽ നിന്നും വെറും 500 മീറ്റർ മാത്രമായിട്ടാണ്. വീട്ടിലേക്ക് വരുന്ന വഴികളെല്ലാം BMBC നിലവാരത്തിൽ ടാർ ചെയ്ത വഴികളാണ്. വീടിൻ്റെ ഫ്രണ്ടിൽ കാണുന്നത് ഈ കാണുന്ന ഇൻ്റർലോക്ക് ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്ന 5 മീറ്റർ വിടുത്തുള്ള വലിയ റോഡാണ്. ഇപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കാണുന്ന വീടിനെ കുറിച്ചാണ്. ഇവിടെ ഏകദേശം 5 വീടുകളാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ ഈ വീടിൻ്റെ വീഡിയോയാണ് നമ്മളിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ആ വീട് കാണാം. വീടിൻ്റെ എലവേഷനിലേക്ക് വരികയാണെങ്കിൽ പൂർണ്ണമായും ഒരു കണ്ടംപററി ഡിസൈനാണ് വീടിന് നൽകിയിരിക്കുന്നത്. നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം, ഒരു ബോക്സി ടൈപ്പ് ഡിസൈൻ തന്നെ വീടിന് നൽകിയിട്ടുണ്ട്. ഒരു ഭാഗത്ത് നമുക്ക് വരുന്നത് ബാൽക്കണിയാണ്. അവിടെ പ്ലെയിൻ ഗ്ലാസുകൾ നൽകിയിരിക്കുന്നു. ഈ ഭാഗത്ത് നമുക്കൊരു ബാൽക്കണി അവൈലബിൾ ആണ്. അവിടെയും ഒരു പ്ലെയിൻ ഗ്ലാസിൻ്റെ ഡിസൈൻ വർക്ക് കാണാം. ടെക്സ്ചർ വർക്കുകൾ മുകൾ ഭാഗത്ത് നൽകിയിട്ടുണ്ട്. വീടിൻ്റെ മതിലിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലാഡിംഗ് ടൈലുകളാണ് ഈ മതിലിൽ നൽകിയിരിക്കുന്നത്. ഇവിടെ LED ലൈറ്റുകൾ നൽകിയിട്ടുണ്ട്. സ്ക്വയർ ട്യൂബിൻ്റെ ചെറിയൊരു വർക്ക് ഇവിടെ നൽകിയിരിക്കുന്നതായി കാണാം. ഇവിടെയാണ് ഗേറ്റ് വരുന്നത്. ഒരു സ്ലൈഡിങ് ഗേറ്റാണ് നൽകിയിരിക്കുന്നത്. സ്ക്വയർ ട്യൂബും GA ഷീറ്റും ഉപയോഗിച്ചിട്ടാണ് ഗേറ്റ് തുറന്ന് വീടിൻ്റെ മുറ്റത്തേക്ക് വരികയാണെങ്കിൽ വളരെ വിശാലമായിട്ടുള്ള ഒരു മുറ്റം തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ടാണ് കാർ പോർച്ച് നൽകിയിരിക്കുന്നത്. മുറ്റത്ത് വിരിച്ചിരിക്കുന്നത് ബാംഗ്ലൂർ സ്റ്റോണാണ്. ഈ ഭാഗത്തായിട്ടാണ് കിണർ വരുന്നത്. അതുപോലെ തന്നെ കിഴക്കോട്ട് ദർശനമായിട്ടാണ് ഈ വീട് ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയും ഒരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ വീടിൻ്റെ ഈ ഭാഗത്ത് നമുക്ക് അത്യാവശ്യം ഒരു പാർക്കിംഗ് സ്പേസ് അവൈലബിൾ ആണ്. ഇവിടെ നമുക്കൊരു വാട്ടർ ഫൗണ്ടൻ നൽകിയിട്ടുണ്ട്. ക്ലാഡിംഗ് ടൈലുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇതാണ് സിറ്റ് ഔട്ട്. അത്യാവശ്യം നല്ല നീളത്തിലുള്ള ഒരു സിറ്റ് ഔട്ട് തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 2 പാളികളിലായിട്ടാണ് മെയിൻ ഡോർ ഒരുക്കിയിരിക്കുന്നത്. വുഡിൻ്റെ ഹാൻഡിലുകളാണ് ഡോറിന് നൽകിയിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്ന് അകത്തേക്ക് വരുന്നത് ഈ കാണുന്ന ലിവിങ് സ്പേസിലേക്കാണ്. നേരെ നോക്കുമ്പോൾ തന്നെ TV യൂണിറ്റ് നൽകിയിട്ടുണ്ട്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസുകളും എല്ലാമായി നൽകിയിരിക്കുന്ന TV യൂണിറ്റ്. 2 വശത്തും ജനലുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഏരിയ നൽകിയിരിക്കുന്നത് ഡബിൾ ഹൈറ്റിലാണ്. ലിവിങ് സ്പേസിന് തൊട്ടടുത്ത് തന്നെയാണ് ഡൈനിങ് ഏരിയ. അവിടെ ഒരു ആർക്കി ഡ്രൈവ് നൽകിയിട്ടുണ്ട്. ഇതാണ് ഡൈനിങ് ഏരിയ. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ഡൈനിങ് സ്പേസ് തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഈ ഭാഗത്ത് ഒരു കോർട്ട്യാർഡ് സ്പേസാണ് വരുന്നത്. ഈ ഡോർ തുറന്നാൽ നമുക്ക് ആ കോർട്ട്യാർഡ് സ്പേസിലേക്ക് ഇറങ്ങാം. ഇതാണ് കോർട്ട്യാർഡ് ഏരിയ. വീടിന് ചുറ്റും അത്യാവശ്യം നടക്കുന്നതിനാവശ്യമായിട്ടുള്ള സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഡൈനിങ് സ്പേസിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമായ വാഷ് കൗണ്ടർ വരുന്നത് ഇവിടെയാണ്. ഇവിടെ ഒരു മിറർ നൽകിയിട്ടുണ്ട്. ലൂവറിൻ്റെ ഡിസൈൻ പാറ്റേണുകൾ അവിടെ കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു വാഷ് ബേസിൻ, താഴെ വാനിറ്റി കൗണ്ടറും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൺ നൽകിയിരിക്കുന്നത്. ഇതാണ് കിച്ചൺ. മനോഹരമായിട്ടുള്ള ഡിസൈൻ വർക്ക് നൽകിയിരിക്കുന്നു. ഒരു ഭാഗത്ത് ഒരു ക്രോക്കറി ഷെൽഫ് നൽകിയിട്ടുണ്ട്. 2 ഹാങ്ങിങ് ലൈറ്റുകൾ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല വലിപ്പത്തിലുള്ള ഒരു കിച്ചൺ തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പർ ക്യാബിനറ്റ്സും ലോവർ ക്യാബിനറ്റ്സും ഇവിടെ നൽകിയിട്ടുണ്ട്. L ഷേപ്പിലാണ് കൗണ്ടർ ടോപ്പ് ഒരുക്കിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് കിച്ചൺ വിൻഡോ നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്ത് സിങ്ക് നൽകിയിട്ടുണ്ട്. കിച്ചന് പുറമേ ഒരു വർക്ക് ഏരിയ സ്പേസ് കൂടി ഇവിടെ ലഭ്യമായിട്ടുണ്ട്. ഫുള്ളി കവേർഡായിട്ടുള്ള ഒരു സ്പേസ് തന്നെയാണ് വർക്ക് ഏരിയ സ്പേസ്. താഴെ ഉപയോഗിച്ചിരിക്കുന്നത് വുഡൻ ഡിസൈനിൽ വരുന്ന ടൈലുകളാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമുകളാണ് ഈ വീടിന് അവൈലബിൾ ആയിട്ടുള്ളത്. ഇവിടെയാണ് ആദ്യത്തെ ബെഡ്റൂം നൽകിയിരിക്കുന്നത്. ഇരുവശത്തും ജനലുകൾ നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു വലിയ മിറർ നൽകിയിരിക്കുന്നു. ഒരു വശത്ത് വാർഡ്രോബ് ആണ് നൽകിയിരിക്കുന്നത്. വലിയ വിശാലമായിട്ടുള്ള വാർഡ്രോബ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ മികച്ച രീതിയിലുള്ള ഫോൾ സീലിംഗ് വർക്കുകളും നമുക്ക് ഈ ബെഡ്റൂമുകളിൽ കാണാം. ബാത്റൂം അറ്റാച്ച്ഡ് സൗകര്യമുള്ള ബെഡ്റൂമാണിത്. 5 ഡോറുകളാണ് ബാത്റൂമിന് നൽകിയിരിക്കുന്നത്. നല്ല വലിപ്പത്തിലുള്ള ബാത്റൂം. ഗ്ലോസി ഫിനിഷിലുള്ള വാൾ ടൈലുകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. വാൾ ഹാങ്ങിങ് ക്ലോസറ്റും കൺസീൽഡ് ഫ്ലഷ് ടാങ്കുമാണ് ഇവിടെ വരുന്നത്. സെൻട്രൽ ഭാഗത്തായിട്ടാണ് ഷവർ ഒരുക്കിയിരിക്കുന്നത്. ഈ കയർ വരുമ്പോൾ വാഷ് ബേസിനും നൽകിയിട്ടുണ്ട്.
അപ്പോൾ ഒന്നാമത്തെ ബെഡ്റൂമിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടത്. ഇനി രണ്ടാമത്തെ ബെഡ്റൂമാണ്. ആ ബെഡ്റൂം വരുന്നത് ഇവിടെയായിട്ടാണ്. വുഡിലാണ് ഡോറുകളെല്ലാം നൽകിയിരിക്കുന്നത്. ഇത് ഫ്രണ്ട് എലവേഷനിൽ ആ കാർപോർട്സിൽ നിന്ന് കണ്ട ജനലാണ്. ഒരു ജനൽ ഇവിടെയും നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്ത് കബോർഡുകളും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. ബാത്റൂം വരുന്നത് ഇവിടെയാണ്. എല്ലാം ഗ്ലോസി ഫിനിഷിലാണ് ബാത്റൂം ടൈലുകൾ നൽകിയിരിക്കുന്നത്. ഇവിടെ ക്ലോസറ്റ് നൽകിയിട്ടുണ്ട്. അപ്പോൾ താഴത്തെ നിലയിലുള്ള വിശേഷങ്ങൾ ഏകദേശം നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലത്തെ നിലയിലേക്കാണ് പോകേണ്ടത്. സ്റ്റെപ്പ് വരുന്നത് ഇവിടെ നിന്നാണ്. സ്റ്റെപ്പിനടിയിലായി ഇൻവെർട്ടർ വയ്ക്കാനുള്ള ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. വുഡൻ ഫിനിഷിലാണ് സ്റ്റെപ്പ് നൽകിയിരിക്കുന്നത്. ഹാൻഡ് റെയിൽ വുഡിലും ഗ്ലാസ്സിലുമായിട്ട് കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വരുന്നത് അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ്. ഇതാണ് അപ്പർ ലിവിങ് സ്പേസ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ളത് തന്നെയാണ് അപ്പർ ലിവിങ് ഏരിയ. ഇവിടെ ഒരു ജനൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുകളിൽ ഫോൾ സീലിംഗ് വർക്കുകളും നൽകിയിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് TV യൂണിറ്റ് നൽകിയിരിക്കുന്നു. മുകളിലത്തെ നിലയിലും 2 ബെഡ്റൂമുകൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ യൂട്ടിലിറ്റി ഏരിയയും ബാൽക്കണിയും. ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂമിൽ നമുക്കൊരു ബാൽക്കണി പുറത്തേക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഈ ഡോർ തുറന്നാൽ ബാൽക്കണിയിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. ഇവിടെ 2 ജനലുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വാർഡ്രോബും നൽകിയിട്ടുണ്ട്. എല്ലാ ബെഡ്റൂമുകളിലും AC-യും ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതായി കാണാം. ഇതാണ് ബാത്റൂം. നേരത്തെ കണ്ട ബാത്റൂം പോലെ തന്നെയുള്ള ബാത്റൂം ഫിറ്റിങ്സുകൾ തന്നെയാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. ഇനി നമ്മൾ പോകുന്നത് 4ാമത്തെ ബെഡ്റൂമിലേക്കാണ്. 4ാമത്തെ ബെഡ്റൂം ഇവിടെയാണ് വരുന്നത്. ഭംഗിയുള്ള ഒരു ബെഡ്റൂം തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നു. മോഡേൺ ഡിസൈനുള്ള ഒരു ജനൽ കൊടുത്തിരിക്കുന്നു. ഇവിടെ വാർഡ്രോബ്. ഇതാണ് ബാത്റൂം. യൂട്ടിലിറ്റി സ്പേസ് കൂടി നമുക്ക് ഈ വീടിന് അവൈലബിൾ ആയിട്ടുണ്ട്. അതിവിടെയാണ് വരുന്നത്. കോൺക്രീറ്റിൽ തന്നെയാണ് യൂട്ടിലിറ്റി ഏരിയ നൽകിയിരിക്കുന്നത്. വേണമെങ്കിൽ ഇതൊരു ബെഡ്റൂമായിട്ട് കൺവേർട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. വേണമെന്ന മുകളിലേക്ക് പോകാനായിട്ട് സ്റ്റെപ്പ് നൽകിയിരിക്കുന്നു. കോൺക്രീറ്റിലാണ് സ്റ്റെപ്പ് നൽകിയിരിക്കുന്നത്. ഇനി നമ്മൾ കാണേണ്ടത് ബാൽക്കണിയാണ്. 2 ബാൽക്കണികൾ ഈ വീടിന് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഒന്ന് പ്രധാനപ്പെട്ട ബാൽക്കണിയും ഒന്ന് സൈഡിലായിട്ട് വേറൊരു ബാൽക്കണിയും നൽകിയിട്ടുണ്ട്. ഇവിടെയാണ് ആദ്യത്തെ ബാൽക്കണി. വലിയ വിശാലമായിട്ടുള്ള ഒരു ബാൽക്കണി തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇതാണ് ബാൽക്കണി. ഒരു ബാൽക്കണി കൂടി നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇതാണ് ആ ചെറിയ ബാൽക്കണി. സ്റ്റീലും ഗ്ലാസും ഉപയോഗിച്ചിട്ടുള്ള ഹാൻഡ് റെയിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 5.25 സെൻറ്റ് സ്ഥലത്ത് 2500 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച മനോഹരമായിട്ടുള്ള ഒരു വീടിൻ്റെ വീഡിയോയാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. 4 ബെഡ്റൂമുകളാണ് വരുന്നത്. 3 വാഹനമെങ്കിലും മിനിമം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം വീട്ടിൽ അവൈലബിൾ ആണ്. കിണർ വെള്ളം അവൈലബിൾ ആണ്. കിഴക്കോട്ട് ദർശനമായിട്ടാണ് ഈ വീട് വരുന്നത്. ബസ് സ്റ്റോപ്പിലേക്കുള്ള ദൂരം വെറും 500 മീറ്റർ മാത്രമാണ്. ഇൻഫോ പാർക്ക് 12 കിലോമീറ്റർ ദൂരമുണ്ട്. ആലുവയിലേക്ക് 9 കിലോമീറ്ററാണ് ദൂരം. എയർപോർട്ടിലേക്ക് ഒരു 15 മിനിറ്റിനുള്ളിൽ നമുക്ക് എത്തിച്ചേരാം. അപ്പോൾ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ വീടിൻ്റെ വില 1,10,00,000 രൂപയാണ്. പക്ഷേ നെഗോഷ്യബിളാണ്. വീട് കാണാനും ഈ വീടിനെ കുറിച്ച് കൂടുതൽ അറിയാനുമായിട്ട് ഞങ്ങളുടെ നമ്പർ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം.